കേരള അപ്ലയൻസ് സർവീസേഴ്സ് അസോസിയേഷൻ കാസിയുടെ ഒന്നാമത് ജില്ലാ സമ്മേളനവും ID കാർഡ് വിതരണവും 2024 ജൂലൈ 21 ഞായറാഴ്ച തൃശൂർ RC ടവറിൽ വച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് സോപാനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സംഘടനയിലെ മെമ്പർമാരുടെ ഉന്നത വിജയം നേടിയ മക്കൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി രാകേഷ് KP സംഘടനയിലെ മെമ്പർമാർക്കുള്ള ID കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബോയ് PJ സ്വാഗതം ആശംസിച്ചു. ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ റിപ്പോർട്ട് വായിക്കുകയും ജില്ലാ ട്രഷറർ മനപ്പള്ളി അയ്യപ്പദാസ് കണക്കുകൾ വായിക്കുകയും ചെയ്തു. സംസ്ഥാന ട്രഷറർ പയസ് ജോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻദാസ് P, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ നാസർ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ബാബു VJ, സുധീഷ് MS, തോബിയാസ് CO എന്നിവർ ആശംസകൾ നേർന്നു. മെമ്പർമാരുമായി ആശയങ്ങൾ പങ്കുവെക്കുകയും പൊതുചർച്ചയും നടന്ന ചടങ്ങിൽ ജില്ലാ കൺവീനർ ഡിക്സൺ ജോസ് നന്ദി പറയുകയും ചെയ്തു. കേരള അപ്ലൈൻസ് സർവീസസ് അസോസിയേഷൻ കാസിയുടെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ജില്ലാ സമ്മേളനവും പൊതുയോഗവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ കുറേ അജണ്ടകൾ ഉണ്ടായിരുന്നു. നമുക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ, അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വിജയിച്ച കുട്ടികൾക്ക് ഒരു അവാർഡ് കൊടുക്കുക, എന്നിങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മുടെ സംഘടന തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനമായിട്ട് ബന്ധിപ്പിച്ച് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഇത് രണ്ടാം ഊഴമാണ് എന്ന് പറഞ്ഞാണ് കൂടുതൽ സന്തോഷം. ആദ്യ സംസ്ഥാന സമ്മേളനം നടത്തി, വളരെ ഭംഗിയായിട്ട് നടത്തി, വളരെ എല്ലാ കേരളത്തിൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രശംസിച്ചു. തൃശ്ശൂർ ജില്ലയ്ക്ക് വളരെ നല്ല രീതിയിൽ ഈ സംസ്ഥാന സമ്മേളനം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. അതിനേക്കാളുപരി ഇപ്പോൾ വളരെ വലിയ സദസ്സല്ലെങ്കിലും നമ്മളിട്ട ചെയറിലെല്ലാം നിറച്ച് ആളിരുന്ന് നല്ലൊരു ജില്ലാ സമ്മേളനം നടത്തിയത് തീർച്ചയായിട്ടും നമ്മളുടെ കമ്മിറ്റി പൂർണ്ണമായും അഭിനന്ദനം അർഹിക്കുന്നു. ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ നാളെ നേരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ നമ്മൾ ജോലിക്ക് ഇറങ്ങണം. നാളത്തെ അവസ്ഥ റോഡും വെള്ളം ഇപ്പൊ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഒരാളിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി നമ്മളെ മക്കളെ കണ്ടാൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അത് എത്താൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് വണ്ടി പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ആർക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു തണലായി, ഒരു കൈത്താങ്ങായി നമുക്ക് ഈ സംഘടനയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ആ ഫൗണ്ടേഷനിൽ നമുക്ക് എന്തെങ്കിലും അവിടെ ബാക്കി വേണം. അതിനുള്ള വഴി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് തീരുമാനമെടുക്കണം. പിന്നെ നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ നമ്മൾ സാറോട് വന്നിട്ട് അദ്ദേഹം സംസാരിക്കും. അപ്പൊ നമുക്കും അതൊരു സംഘടന വേണം, കെട്ടുറപ്പ് വേണമെന്നുള്ള രീതിയിൽ തുടങ്ങിക്കാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ അടുത്ത് നമ്മളിനി 250 മെമ്പർമാരാകുമ്പോൾ ഒരു ഓഫീസ് വരും. പിന്നെ ജില്ലയിലെ ഓരോരോ താലൂക്ക്, ഓരോ അടിസ്ഥാനത്തിൽ ഓരോ ഡിവിഷനുകൾ വരും. അവിടെയൊക്കെ ഓരോ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് അവിടെയൊക്കെ അതിന് കീഴിൽ വരും. അങ്ങനെ സംഘടന ഏത് സംഘടന അങ്ങനെ തന്നെ വളർന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പലരും നമുക്ക് പേരെടുത്ത് പറയുന്നില്ല, അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയ ആൾക്കാരുണ്ട്, വിളിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് വരിസംഖ്യ കൃത്യമായി അടയ്ക്കുക എന്നുള്ളത് എല്ലാ മെമ്പർമാരുടെയും കർത്തവ്യമാണ്. അതായത് കൃത്യമായ വരിസംഖ്യ അടയ്ക്കുന്നവർക്ക് മാത്രമാണ് സംഘടനയുടെ എല്ലാ ആനുകൂല്യങ്ങളും അത് അവർക്ക് അർഹരായി വരുന്നത്. സംഘടിച്ച് ശക്തരായാൽ മാത്രം നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നു പോകും. സ്റ്റേറ്റ് കമ്പനിയും അതേപോലെ തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എല്ലാ മെമ്പേഴ്സും എൻ്റെ ആശംസകൾ പറയുന്നു. നന്ദി, നമസ്കാരം. തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അനുവാദം തന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിലൊന്നൊരു വിഷമമില്ലാത്ത സംഘടനയുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാവരും ആശംസകളും നേരുന്നു. പുതിയതായിട്ട് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ചേർത്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ കാണുന്നവരോട് പറഞ്ഞ് നമ്മുടെ സംഘടനയിലേക്ക് കൂടുതലായിട്ട് ചേർക്കാൻ ശ്രമിക്കാം. പലരും പല മേഖലയിലും കിടക്കുന്ന ആളുകൾക്ക് ഒരു ഇന്ന് നമ്മുടെ ഈ സമ്മേളനം അത്ര മനോഹരമായിട്ട് ഇന്ന് സദസ്സൊക്കെ വളരെ സീറ്റിംഗ് ഒക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത്രയധികം ആൾക്കാർ
നമ്മൾ വിചാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ സമ്മേളനം വൻ വിജയമാക്കി മാറ്റിയത് നമ്മുടെ ഇവിടുത്തെ മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, നമ്മുടെ ജില്ലാ ടീം എല്ലാവരും ഇന്ന് സഹകരിച്ചു നല്ലപോലെ. മാത്രമല്ല ഇന്ന് നമ്മുടെ ID കാർഡ് വിതരണം, അതുപോലെ നമ്മുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം, ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ച നമ്മുടെ സംസ്ഥാന കമ്മിറ്റികൾക്കും നമ്മൾ നന്ദി പറയുന്നു. ഓക്കെ.